മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത റഹീം അസ്ലം 24നോട് പ്രതികരിച്ചു. ഒന്നങ്ങട് മാറി കൊടുക്ക്, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്. എനിക്ക് അവരെ കിട്ടണ നിർബന്ധമാണ്. അവരെങ്ങനെ ഞാൻ വേറെ ടെൻഷനിലാണ്. നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കേ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്. എനിക്ക് അവരെ കിട്ടണ നിർബന്ധമാണ്. അവരെങ്ങനെ ഞാൻ വേറെ ടെൻഷനിലാണ്. നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കേ. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയ ആളാണോ അയാള്? കൂളായ നീ കൂളായാ? ഞാൻ എന്താ വെച്ചാലേ നിങ്ങളെ ഒരു തെറ്റിദ്ധാരണ വേണ്ടെന്ന് കരുതിയിട്ടേ ഇന്നെന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ വഴി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ അപ്പൊ ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും ചെയ്യും. ഞാനും അന്വേഷിക്കുന്നുണ്ട് നല്ലോണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. മനസ്സിലായില്ലേ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഞാൻ ഒരൊറ്റ കാര്യേ ഇവരെവിടുന്നാ നിങ്ങളുടെ അടുത്ത് മിസ്സാവുന്നത്? ഇവര് കറക്റ്റ് നമ്മളെ മുംബൈ സ്റ്റേഷനില്ലേ, മുംബൈ മറ്റേ നമ്മളെ സിറ്റില്ലേ, മുംബൈ സിറ്റിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഫുഡിന്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫുഡ് ഏരിയ സ്ട്രീറ്റ്, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെ പിരിയണത്. ഞാനും ഡയാനയും ഒരു ദിവസം ബാങ്കിന് വന്നോ അറിയോ? ഇന്ന കൺട്രി ഒരു മൊബൈൽ എടുത്താണ്, 2 മൊബൈല്. അപ്പൊ ആ മൊബൈലിന്റെ IMEI നമ്പർ വെച്ചിട്ട് പിടിക്കണം. അതെങ്ങനെ? ചക്രവർത്തി, ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. ആ മൊബൈലിന്റെ IMEI നമ്പർ വെച്ചിട്ട് പിടിക്കണം. പുതിയ മൊബൈൽ വാങ്ങിയതാ? പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. അവിടുന്ന് വാങ്ങിയതാ? അവിടുന്ന് വാങ്ങിയത്. നിങ്ങൾ എവിടുന്ന? കോഴിക്കോട് ഒരുമിച്ച് പോകുന്നത്? അതെ, കോഴിക്കോട്. ഓ, എവിടുന്നാ പിരിയുന്നത്? ഞാൻ 24 റിപ്പോർട്ടറാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കേസല്ല, OPS സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. ലൂസി മാം, ഞാൻ അരുണാണ്, റിപ്പോർട്ടറിൽ നിന്നാണ്. ഓ, മനസ്സിലായി. നമുക്ക് അവിടെ അവരെന്താ ചെയ്തത്? എന്ത് ട്രീറ്റ്മെന്റാ ചെയ്തത് അവിടെ എന്ന് പറഞ്ഞോ? അവര് ഹെയർ ബൊട്ടോക്സ് എന്ന് പറഞ്ഞാൽ മുടി സ്ട്രെയിറ്റ് ആകും. അതിനകത്ത് നമ്മുടെ ഇവരുടെ ബേബി ഹെയർ നല്ല നീളമുള്ള മുടിയൊക്കെ ആയിരുന്നു, കേരള സ്റ്റൈല്. അത് മാറി മോത്തിന്റെ ഷേപ്പ് ഒക്കെ തന്നെ മാറ്റി അവര്. ഞാൻ പോകുന്നു. ബൈ ബൈ.